8 വിക്കറ്റിനാണ് കൊൽക്കത്തയുടെ ജയം. അനിൽ വാസുദേവ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു. അനിൽ, മത്സര വിശദാംശങ്ങൾ. അങ്ങനെ കൊൽക്കത്ത ആധികാരിക ജയത്തോടെ IPL 3ാം കിരീടം നേടിയിരിക്കുകയാണ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 114 റൺസ് വിജയലക്ഷ്യം വെറും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി 8 വിക്കറ്റിനാണ് ജയിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണാധിപത്യം അത് മാത്രമേ വിശേഷിപ്പിക്കാനുള്ളൂ. നമുക്കപ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള വെടിക്കെട്ടിൻ്റെ അതിൽ നിന്ന് തന്നെ ദൃശ്യങ്ങൾ കാണാം. ആഘോഷ തിമിർപ്പിലാണ് ചെന്നൈ മണ്ണിൽ വീണ്ടും കൊൽക്കത്തയുടെ കിരീടധാരണം. 2012 ആദ്യമായി കൊൽക്കത്ത കിരീടം നേടുന്നത് ഇവിടെയാണ്. 2014 2ാം കിരീടം. 10 വർഷത്തിന് ശേഷം കൊൽക്കത്ത അങ്ങനെ വീണ്ടും കിരീടത്തിലെത്തുന്നത് ഇതേ ചെങ്കോക്കിൽ. ആധികാരിക ജയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പ്രതീക്ഷകളിൽ പ്രവചനങ്ങളിൽ ഒന്നും തന്നെ കൊൽക്കത്ത ഒരുപക്ഷെ ഈ സീസണിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗംഭീറിന്റെ തന്ത്രങ്ങൾക്ക് കീഴിൽ ആ വമ്പൻ ടീമായി മാറുന്ന കൊൽക്കത്തയാണ് കണ്ടത്. ലീഗ് ഗ്രൗണ്ടിൽ ഏറ്റവും ഉയർന്ന റൺ റേറ്റോടുകൂടി, ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നെറ്റ് റൺ റേറ്റോടുകൂടി അവർ പ്ലേ ഓഫിലേക്ക് മുന്നേറുന്നു. പ്ലേ ഓഫിൽ ഇതേ ഹൈദരാബാദിനോട് ആധികാരിക ജയം. ഒടുവിൽ ഫൈനലിലും കണ്ടത് അങ്ങേയറ്റം ആധികാരിക ജയം. IPL ഫൈനലുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ സ്കോറിനാണ് ഹൈദരാബാദിനെ ഇന്ന് കൊൽക്കത്തൻ ബൗളർമാർ എറിഞ്ഞിട്ടത്. വെറും 113 റൺസിനായി. ഇതിനു മുമ്പ് ചെന്നൈക്കെതിരെ മുംബൈ യുടെ സ്കോറായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ചെന്നൈ 125 റണ്ണിന് എറിഞ്ഞിട്ടതാണ്. മുംബൈയുടെ പേരിലായിരുന്നു ആ റെക്കോർഡ്. അതാണ് ഇന്ന് കൊൽക്കത്ത മറികടന്നത്. അങ്ങനെ 113 എന്ന സ്കോറിന് ഹൈദരാബാദിനെ എറിഞ്ഞിട്ട് ബാറ്റിങ്ങിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് കൊൽക്കത്ത ചേസ് ചെയ്ത് 10 ഓവറിൽ തുന്നിൽ തന്നെ ആ സ്കോർ അടിച്ചെടുക്കാം എന്നുള്ള ഇൻറ്റൻറ്റോട് കൂടി തന്നെയാണ് കൊൽക്കത്തയുടെ ബാറ്റർമാർ വന്നത്. സുനിൽ നരേനും ഗുർബാസും കൂടി തുടക്കത്തിൽ തന്നെ അടിച്ചു തുടങ്ങി. ആ പവർ പ്ലേത്തിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. 70-ന് മുകളിൽ റൺസാണ് കൊൽക്കത്തൻ ബാറ്റർമാർ നേടിയത്. അവർക്ക് ചേസിങ്ങിൽ നെറ്റ് റൺ റേറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടിയിരുന്നില്ല. പക്ഷേ ജയം ആധികാരികമാവണം എന്ന ലക്ഷ്യം തന്നെയായിരുന്നു ഗംഭീറിൻ്റെ. ആ ആഗ്രഷൻ തന്നെയാണ് അവരുടെ ചേസിങ്ങിലും കണ്ടത്. ഗംഭീറിന്റെ തന്ത്രങ്ങളിൽ കൊൽക്കത്ത വീണ്ടും ചാമ്പ്യന്മാരാകുന്നതാണ് കണ്ടത്. 2012-ലും 2014-ലും കൊൽക്കത്തയ്ക്ക് ക്യാപ്റ്റനായി കിരീടം നേടിക്കൊടുത്ത ഗംഭീർ മെൻഡറായി വന്ന ആദ്യ സീസണിൽ തന്നെ കൊൽക്കത്തയെ വീണ്ടും ചാമ്പ്യന്മാരാക്കുന്നു. ഹൈദരാബാദിന് 2ാം തോൽവിയാണ്, അവരുടെ ഫൈനൽ 2ാം തോൽവിയാണ്. 2ാം കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് വന്ന ടീമിന് ഒരിക്കൽ പോലും വിജയിക്കാനായില്ല. ഇല്ലെങ്കിൽ ഈ ഫൈനലിൽ ഒരു പോരാട്ടം കൊടുക്കാൻ പോലും ആയില്ല എന്നുള്ളതാണ് പറയേണ്ടത്. എടുത്തു പറയേണ്ട മറ്റൊരു പേര് മിച്ചൽ സ്റ്റാർക്കിൻ്റേതാണ്. 24.75 കോടി കൊടുത്ത് എന്തിന് സ്റ്റാർക്കിനെ ടീമിലെടുത്തു എന്ന ചോദ്യമായിരുന്നു പ്ലേ ഓഫ് ഘട്ടം വരെ. കാരണം ആദ്യ 11 മത്സരങ്ങളിൽ നിന്ന് വെറും 12 വിക്കറ്റുകൾ മാത്രമായിരുന്നു സ്റ്റാർക്കിലെ പേരിലുള്ളത്. എന്നാൽ ബിഗ് മാച്ചസിലെ സ്റ്റാർക്ക് ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രകടനമാണ് ക്വാളിഫയർ 1-ലും ഇന്ന് ഫൈനലിലും കണ്ടത്. ക്വാളിഫയർ 1-ൽ 3 വിക്കറ്റെങ്കിൽ ഇന്ന് 2 വിക്കറ്റ്. ആ 2 വിക്കറ്റിലൂടെ തന്നെ ഹൈദരാബാദിൻ്റെ പേര് കേട്ട ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടുകയാണ് സ്റ്റാർക്ക് ചെയ്ത. ആന്ധ്രേ റസൽ 3 വിക്കറ്റും ഒപ്പം തന്നെ ഹർഷിത് റാണയും വൈഭവ് അറോറയാണെങ്കിലും യുവതാരങ്ങളും ഒക്കെ തന്നെ മിന്നിച്ചതോടുകൂടി ഹൈദരാബാദിന് 113 ഒതുങ്ങേണ്ടി വന്നു. എന്തായാലും കുറച്ച് പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് പോകാമെന്ന് തോന്നുന്നു. അവർ പ്രതികരിക്കുമെന്നുള്ള പ്രതീക്ഷ. ഹായ് ബ്രോ, ഇറ്റ്സ് ഹാർഡ് ലക്ക്. Very disappointed, bro. We all came from Andhra Pradesh to see this match, but it is very disappointed. But okay, let's see what will happen. KKR also played very well, so all the best. So thank you. വലിയ നിരാശ ഒരു കൊൽക്കത്തൻ ആരാധകനുണ്ട്. You may be very nothing to say more, only Korbo or Jeetbo. It's a wonderful win and maybe it's a huge win and absolutely stunning win for KKR. 3 stars, third win. My name is Shovik. I am here in Chennai. I am working here in a company MNC. For the last 12 years I am in Chennai, and this is the best gift ever the KKR has given us. You definitely say thanks to Mr. Gambhir. Absolutely correct. He is the ultimate champ. ഇവരുടെ നിരാശ കൂടി കേൾക്കുന്നു. പ്രതികരിക്കാതെ പോകുന്നു. കൊൽക്കത്തയുടെ ആഹ്ലാദമാണ് കണ്ടതെങ്കിൽ ഹൈദരാബാദിൻ്റെ സങ്കടമാണ് കണ്ടത്. ഒരുപക്ഷെ ഈ അയൽപ്പക്കത്തെ നാട്ടിൽ നടക്കുന്ന പോരിന് ഏറ്റവും കൂടുതൽ ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു കണ്ടത് ഹൈദരാബാദിൻ്റെ ആരാധകരെയാണ്. സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞത് ഓറഞ്ച് പതാകയാണ്. പക്ഷേ അതിനെ കൂടി തോൽപ്പിച്ചുകൊണ്ടാണ് കൊൽക്കത്ത ചാമ്പ്യന്മാരായത്. പാറ്റ് കമ്മിൻസ് ഒരിക്കൽ കൂടി ഈ കാണികളെ നിശബ്ദരാക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഹൈദരാബാദുകാർക്കുണ്ടായിരുന്നത്. പക്ഷേ അതിനൊന്നും മറുപടി കൊടുക്കാതെ കൊൽക്കത്തയുടെ വീരഗാഥ, കൊൽക്കത്തൻ കുതിപ്പ് തന്നെയാണ് സ്റ്റേഡിയത്തിൽ കണ്ടത്. എന്തായാലും കൊൽക്കത്തയ്ക്ക് 3ാം കിരീടം. 2012-ലും 2014-ലും ശേഷം വീണ്ടും കൊൽക്കത്ത IPL ചാമ്പ്യന്മാരാവുന്നു. ഗംഭീറിന്റെ തന്ത്രങ്ങൾ, ശ്രേയസിന്റെ ക്യാപ്റ്റൻസി നമുക്ക് ബാംഗ്ലൂർ എന്തായാലും
RCB ആരാധകരുടെ ആ ഒരു നിരാശ പോകുന്നില്ല. ക്വാളിഫയറിൽ തോറ്റു പുറത്തായെങ്കിലും എലിമിനേറ്ററിൽ തോറ്റു പുറത്തായെങ്കിൽ പോലും ഇപ്പോഴും ആ ആരാധകർ പോകുന്നില്ല. അടുത്ത വട്ടവും പ്രതീക്ഷയോടെയാണ് അവരിയ്ക്കുന്നത്. അങ്ങനെ ചില പ്രതികരണങ്ങളോട് കാണാം. കൊൽക്കത്തൻ ആരാധകർ ഇതുവരെ സ്റ്റേഡിയം വിട്ടിട്ടില്ല. അതാണ് നമുക്ക് അവരുടെ കൂടുതൽ സന്തോഷങ്ങൾ, ആഹ്ലാദങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റാത്തത്. ഇനി പ്രസൻറ്റേഷൻ സെറമണിയുണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഒരുപക്ഷെ കൊൽക്കത്തൻ ആരാധകരുടെ ആ ഇറങ്ങി വരവ് അത് കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. കാരണം 2012 ഇതേ ചെപ്പോക്കിൽ വെച്ചാണ് ആദ്യമായി കൊൽക്കത്ത ചാമ്പ്യന്മാരായത്. വീണ്ടും ആ മണ്ണിലെത്തുമ്പോൾ കൊൽക്കത്തയ്ക്ക് കൂടുതൽ ഈ കിരീടത്തിൻ്റെ മധുരം കൂടുതലാണ് എന്നേ പറയാനുള്ളൂ. എന്തായാലും ഒരു മികച്ച വിജയം, ആധികാരിക ജയത്തോടു കൂടി തന്നെ അങ്ങനെ കൊൽക്കത്ത ചാമ്പ്യന്മാരായി മാറിയിരിക്കുന്നു. അനിൽ, 2012, 2014 അങ്ങനെ 10 വർഷങ്ങൾക്ക് ശേഷം 2024 വീണ്ടും കൊൽക്കത്ത കപ്പ് ഉയർത്തുമ്പോൾ ഗംഭീർ എന്ന ഒരു വ്യക്തിക്ക് അങ്ങേയറ്റം അനിവാര്യത അവിടെയുണ്ട്. ആദ്യത്തെ 2 തവണ കപ്പ് ഉയർത്തുമ്പോൾ ക്യാപ്റ്റൻ ആയിരുന്നു. 2024 ക്യാപ്റ്റൻ പട്ടം വഹിച്ച് പരിശീലകനായി വരുന്നു. അങ്ങനെ ഗംഭീറിന്റെ സാന്നിധ്യമുള്ള കപ്പിന്റെ വസന്തമാണ് കൊൽക്കത്തയ്ക്ക് എപ്പോഴും ഉള്ളത് എന്ന് പറയുമ്പോൾ അതിലത്ര അതിശയോക്തി വരുന്നില്ലല്ലോ അനിൽ. ഒട്ടും തർക്കം വേണ്ട, ഗംഭീര വിജയം അത് തന്നെയാണ് കൊൽക്കത്തയ്ക്ക് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കൊൽക്കത്തൻ ആരാധകരാണോ എന്നറിയില്ല, പോയി അവർ. എന്തായാലും പോട്ടെ, നമുക്ക് വീണ്ടും ഗംഭീറിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ഗംഭീർ ആ ഒരു പേര് തന്നെയാണ് ഒരുപക്ഷെ കൊൽക്കത്തയുടെ ഇന്നത്തെ ജയത്തിന് പിന്നിലെന്ന് എടുത്തു പറയേണ്ടത്. കാരണം കൊൽക്കത്തൻ ആരാധകർ അവർ പോയി ഇനിയും ആളുകളുടെ പ്രതികരണം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗംഭീറിനെ കുറിച്ച് തന്നെ നമുക്ക് അതിൽ തന്നെ തുടരാം. കാരണം 2012-ലും 2014-ലും ഗംഭീർ ഏറ്റവും ആധികാരികമായി തന്നെയാണ് ടീമിന് ജയിക്കുകയും നയിക്കുകയും ചെയ്തത്. അതിനുശേഷം അദ്ദേഹം തൻ്റെ ജന്മനാട്ടിലുള്ള ഡൽഹി ക്യാപിറ്റൽസിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ ആ ഒറ്റ സീസണിൽ തന്നെ അദ്ദേഹത്തിന് കളി മതിയാക്കേണ്ടി വന്നു. പിന്നീട് കഴിഞ്ഞ 2 സീസണിൽ അദ്ദേഹം ലക്നൌവിൻ്റെ മെൻഡറായിരുന്നു. അവരെ 2 തവണയും ക്വാളിഫയറിലേക്ക് എത്തിക്കാൻ, പ്ലേ ഓഫിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു. വീണ്ടും ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ട ടീമിലേക്കുള്ള മടങ്ങി വര വളരെ വൈകാരികമെന്നാണ് ആ സ്ഥാനം ഏറ്റെടുത്ത ശേഷം ഗംഭീർ പറഞ്ഞത്. ആ ഗംഭീറിൻ്റെ ആ തീരുമാനങ്ങൾ, അഗ്രഷൻ എല്ലാം തന്നെ കൊൽക്കത്തയുടെ ഓരോ പ്ലേയേഴ്സിലും കുത്തി നിറയ്ക്കുന്നത് കണ്ടു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു ചില കാര്യങ്ങൾ, ആന്ധ്രെ റസലും സുനിൽ നരൈനും സമീപകാലത്ത് വലിയ രീതിയിൽ ഫോം ഔട്ടായിരുന്നു. പക്ഷേ സുനിൽ നരൈനെ വീണ്ടും ഫോമിലേക്ക് കൊണ്ടുവന്നു, ഓപ്പണറാക്കി മാറ്റുന്നു. ആ സ്ഫോടനാത്മക ബാറ്റിംഗ് വീണ്ടും സുനിൽ നരൈനിൽ നിന്ന് പുറത്തെടുക്കുന്നു. അതാണ് ഈ കൊൽക്കത്തയുടെ ഏറ്റവും വലിയ കുതിപ്പിന് കാരണമായ ഒരു കാരണം. ആന്ധ്രെ റസലും ഒരു ലീൻ പാച്ചിലൂടെ പോവുകയായിരുന്നു, അതും മാറ്റിയെടുത്തു. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.